എണ്ണ ഒഴിച്ചു. ഗൈസ് ആദ്യമേ നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിക്കണം. ഗൈസ് നമുക്ക് അത് ഉലുവ ഇട്ട് കൊടുക്കാം. ഗൈസ് നമുക്ക് അടുത്ത് കടുക് ഇട്ട് കൊടുക്കാം. ഗൈസ് നമുക്ക് ഇടേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളിയാണ് ഇടേണ്ട, പച്ചമുളകും അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ട് മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കാം. ഗൈസ് നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂക്കുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഗൈസ് നമുക്കിത് ഉണ്ടാക്കാനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി. ഗൈസ് നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്ന മുളക് പൊടി. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗൈസ് അടുത്ത് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗൈസ് അടുത്ത് നമുക്ക് ഇത്തിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഗൈസ് നമുക്ക് മൂത്ത് വരാറായിട്ടുണ്ട്. ഗൈസ് നമ്മൾ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഗൈസ് നമുക്കിനി മൂത്ത് വരുന്ന വരെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഗൈസ് ഇത് ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗൈസ് നമുക്ക് മീൻപുളിയും കൂടി ഇട്ടിട്ട് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യും. ഗൈസ് നമ്മൾ ഇത്രയും മീനാണ് എടുത്ത് വെച്ച, തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ് നമുക്കിനി ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. ഗൈസ് നമുക്ക് ഈ മീനിട്ടിട്ടുണ്ട്. ഇനി തിളച്ച് വരുന്ന വരെ അടച്ചു വെക്കാം. ഗൈസ് നമുക്കിനിയും നമ്മളെ കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് നിർത്താം.